ഒരു ഗുണവുമില്ലാത്ത ഒരു സാധനമാണ് കുബൂസ്. പ്രവാസികളുടെ ഇഷ്ട ഭക്ഷണമാണെന്നൊക്കെ നമ്മൾ നാട്ടിലെല്ലാവരും പറയും. എൻ്റെ അച്ഛൻ നമ്മളെ 3 മക്കളെയും എൻ്റെ അമ്മയും നോക്കിയത് ഇങ്ങനെയാണ് കേട്ടോ. 21 വർഷം കുബൂസും സീമുള്ളി പിന്നെ എന്തെങ്കിലും കറിയാണ്. ഞാൻ ഒരു കുബൂസിൻ്റെ വീട്ടിലുണ്ട്. അപ്പം അതിനകത്ത് കുറേ നെഗറ്റീവ് കമൻറ്റ് വന്നതെന്ന് വെച്ചാൽ ഇവിടെ പോയി ജോലി ചെയ്ത് ജീവിക്കുക. ഞാനിപ്പോൾ നാട്ടിലാണ്. ഞാനൊരു 5.5 വർഷമായിട്ട് ഞാൻ നാട്ടിലാണ്. ഞാൻ 7 വർഷം ഒമാനിലുണ്ടായിരുന്നു. അപ്പം പോയപ്പോൾ എൻ്റെ ഫുഡ് ഇതൊക്കെ ആയിരുന്നു. പിന്നെ കുബൂസും തൈരും നമ്മൾ കഴിക്കുന്ന ആൾക്കാരുണ്ട്, ഇപ്പോഴും കഴിക്കുന്ന ആൾക്കാരുണ്ട് കേട്ടോ. ഇപ്പം നിങ്ങളെല്ലാവരും ചോറ് കഴിക്കുന്ന ആൾക്കാരായിരിക്കും. പക്ഷേ ഈ അവസ്ഥയിൽ പോകുന്ന ഒത്തിരി പ്രവാസികളുണ്ട്. പ്രവാസികളെ ഇഷ്ട ഭക്ഷണം എന്ന് ഞാൻ പറഞ്ഞില്ല. പക്ഷേ ഇതിന് മൈദാമാവാണ്. മൈദാമാവിനകത്ത് ഗുണമാണെന്ന് എനിക്ക് അറിയത്തില്ല. ഇതിൽ ബാക്കി ഗോതമ്പിൻ്റെ ലാസ്റ്റ് വരുന്ന സംഭവമാണ്. ഇതും തൈരും കൂടെ നമുക്ക് ഇങ്ങനെ നമ്മൾ കഴിച്ചിട്ടുണ്ട് കേട്ടോ. ഇപ്പം 100 പൈസയ്ക്ക് കുബൂസ് കിട്ടും, തൈര് കിട്ടും. ഒമാനിലാണേ 50 റിയാൽ, 80 റിയാൽ, 100 റിയാൽ ജോലി ചെയ്യുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അവരുടെയൊക്കെ ഭക്ഷണം സാധിക്കും. നിങ്ങൾ 1500, 2000 റിയാലൊക്കെ പണിയുന്ന ആൾക്കാരായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ചോറും കറികളും കിട്ടും. പക്ഷേ ഈ ചെറിയ ശമ്പളം ഇരിക്കുന്ന ആൾക്കാർ ഇപ്പോഴും ഉണ്ട്, കഷ്ടപ്പെടുന്നുണ്ട്. ചെറിയ ചെറിയ ക്യാമ്പുകളിൽ ആൾക്കാർ ഇതാണ് കഴിക്കുന്നത്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം, ഒരിക്കലും വില കുറച്ച് കാണില്ല. ഞാൻ ജോലി ജീവിക്കുന്നത് അന്ന് വന്നതിൻ്റെ വിഷമം എനിക്കിപ്പോൾ ഉണ്ട് കേട്ടോ. അപ്പോൾ ആ വീട് നെഗറ്റീവ് പറഞ്ഞ ശ്രദ്ധിക്കുകയാണ്. നാട്ടിലെ ഫാമിലി ജീവിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പം അവർ കഷ്ടപ്പെട്ട് ഇതുവരെ കഴിച്ചിട്ട് പൈസ നാട്ടിലേക്കും. ആ പൈസക്ക് ഒരു വിലയുണ്ട് കേട്ടോ. എൻ്റെ അച്ഛൻ്റെ മുഖത്ത് കണ്ടത് വിഷമമല്ല, ആ ഒരു സംതൃപ്തിയാണ് നമ്മളിങ്ങനെ ആക്കിയതിൽ. ട്രിവാൻഡ്രം ലൂരിൽ ഈ കുബൂസ് ഉണ്ട് കേട്ടോ. പോയി വാങ്ങിച്ച് കഴിച്ചു നോക്കണം. ഓക്കെ, ബൈ.